പകുതി വിലയിൽ തട്ടിപ്പ് നടത്തിയ പ്രതി അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. വാഹനങ്ങൾ വാങ്ങിയത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട്. അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് അടുത്ത കാലത്തുണ്ടായതിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സംഭവത്തെ വിശേഷിപ്പിക്കാം. ഇതിൽ എന്തെല്ലാം നടപടികളാണ് ഉണ്ടാകാൻ പോകുന്നത്? ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിലെ അന്വേഷണത്തിൽ ഒരു കടുത്ത നടപടികളിലേക്ക് കൂടി പോലീസ് സംഘം കടക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ 3 വാഹനങ്ങളാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിൽ നിന്നും ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ അടക്കമുള്ള വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ വാഹനങ്ങൾ വാങ്ങാനുള്ള പണം ഉപയോഗിച്ചിരിക്കുന്നത് ഈ തട്ടിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ ഏതായാലും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ അനന്തകൃഷ്ണന് നിരവധി ഭൂസ്വത്തുക്കളും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലും ഒപ്പം ഇയാൾ താമസിച്ചിരുന്ന തൊടുപുഴയിലെ ഇയാളുടെ വീടിന് സമീപവുമായിട്ടാണ് ഈ കോടികളുടെ സ്വത്ത് വകകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഇതൊക്കെല്ലാം തന്നെ സമീപകാലത്തായിട്ടാണ് ഇയാൾ വാങ്ങിയിട്ടുള്ളത്. ഈ സ്വത്ത് വകകൾ കൂടി കണ്ടുകെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി ഏതായാലും പോലീസ് സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണം ഏതായാലും ക്രൈംബ്രാഞ്ചിന് കൈമാറാനായിട്ട് ഒരുങ്ങുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇതിൽ വലിയ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടി നടത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്തായാലും ഉണ്ടായിട്ടുള്ളത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഏതായാലും ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ കേസിൽ പോലീസ് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ കൂടി ഏതായാലും കോടതി പരിഗണിക്കുന്നുണ്ട്. മൂവാറ്റുപുഴ കോടതിയിലാണ് ഇന്ന് ഇയാളുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. 5 ദിവസത്തേക്കാണ് ഈ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിലേക്ക് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇയാൾക്ക് വളരെ കൃത്യമായി ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി തട്ടിക്കുക എന്നത് 18 വയസ്സിൽ 25 ലക്ഷം രൂപയുടെ തട്ടിപ്പോടു കൂടിയാണ് ഈ അനന്തകൃഷ്ണന്റെ ഈ തട്ടിപ്പിന്റെ തുടക്കമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 1000 കോടി രൂപയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും നീലിമ, വലിയൊരു തട്ടിപ്പിന്റെ ചെറിയ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ആദ്യം ഇത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച പരാതികൾ ഉയരുന്നു. പിന്നീട് എറണാകുളത്ത് തന്നെ പറവൂർ കേന്ദ്രീകരിച്ചും നിരവധി പരാതികളാണ്. മാത്രമല്ല ഇത് പിന്നീട് സംസ്ഥാന വ്യാപകമായി തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ സീഡെന്ന ഇവരുടെ ഈ സംഘടനക്കെതിരായിട്ട് പരാതികൾ ഉയരുകയാണ്. ഇപ്പോൾ ഈ പരാതികളുടെ എണ്ണം നോക്കിയാൽ തന്നെ 1000-ലധികം എത്തുന്നു. ഈ ആളുകളിൽ നിന്ന് ഇങ്ങനെ ഇയാൾ തട്ടിച്ചെടുത്തിട്ടുള്ള പണത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് 1000 കോടിയിൽ അടുത്ത് വരുന്നു എന്നൊരു ആരോപണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. പോലീസിന്റെ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് രൂപ എത്തിയതായിട്ടും കണ്ടെത്തിയിരുന്നു. ഇത് ഇയാളുടെ പേരിലുള്ള അക്കൗണ്ടിൽ മാത്രമാണ് 400 കോടിയോളം രൂപ എത്തിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇയാളുടെ പേരിൽ വലിയ സമഗ്ര തലത്തിലുള്ള അന്വേഷണം അനിവാര്യമായ ഒരു കേസായി മാറുകയാണ്. സംസ്ഥാനത്തുടനീളം പരാതി പ്രവാഹമാണ്.